അയ്യപ്പ ചേട്ടാ, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന രീതിയിൽ ഇതാ അവസാനം കാത്തിരുന്ന കോൺഗ്രസിന്റെ പട്ടികയും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. AICC പ്രസ് റിലീസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ 55 മണ്ഡലങ്ങളിലാണല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 55-ൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നേരം നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിരുന്നത്. അവസാന നിമിഷത്തേക്ക് കൊണ്ടെത്തിച്ച ഒരു സർപ്രൈസ് ലിസ്റ്റിംഗ് ആണോ ഇത്? തീർച്ചയായിട്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പല്ലേ. അടുത്ത 5 വർഷത്തേക്ക് ഒരു രാഷ്ട്രീയ കക്ഷി കേരളം ഭരിക്കാനായി പോകുമ്പോൾ ഫിൽട്ടർ ചെയ്ത സ്ഥാനാർത്ഥികളെ തന്നെ, കാര്യം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിന്നെ എല്ലാ സമവാക്യങ്ങളും ഒത്തുചേർന്ന, അതും ഈ ഒരു കാലഘട്ടത്തിൽ കണ്ണും പൂട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. തോൽവി ആരും എന്തായാലും ചോദിച്ചു വാങ്ങില്ല. അപ്പോൾ അത്തരത്തിൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ജനങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ധർമ്മടത്ത് ശ്രീ പിണറായി വിജയനെതിരെ ആരാണ് സ്ഥാനാർത്ഥി? ഒരു അബ്ദുൾ റഷീദാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് പത്രങ്ങളിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അബ്ദുൾ റഷീദാണ് സ്ഥാനാർത്ഥി. അത് കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നത് പട്ടികയാണ്. ഇനിയിപ്പോ ഇതിനൊരു മാറ്റമില്ല, സ്ഥിരീകരണമായിട്ടുണ്ട്. അബ്ദുൾ റഷീദ് തന്നെ ധർമ്മടത്ത് ശ്രീ പിണറായി വിജയനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അതേപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സീറ്റുകൾ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല, 55 സീറ്റുകളെ പറ്റിയിട്ടും പറയേണ്ടതായിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ പേരുകളൊക്കെ സത്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഊഹിച്ച പേരുകൾ തന്നെയാണ്. പക്ഷെ കോൺഗ്രസ് അതിനൊരു സ്ഥിരീകരണം നടത്തിയതായിട്ട് അത് എപ്പോഴും അങ്ങനെയാണ്. അതിൽ ഒരാളുടെ പേര്, ഈ ഒറ്റ പേര് പോകുന്ന മണ്ഡലങ്ങളും ഒരു നമ്മളിപ്പോ നേരത്തെ കണ്ണൂരത്തെ ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ലേ, ശ്യാമളയുടെ പേര് ഒറ്റ പേരായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. ഒരു പാനലിൽ ഒരു 3 പേരെങ്കിലും ഉണ്ടാവും. ആ പാനലിൽ നിന്നാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ സെലക്ട് ചെയ്യപ്പെടാൻ മറ്റു 2 പേരെക്കാളും യോഗ്യതയുള്ള ഒരാളിനെ എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതിലിപ്പോ പറയാനാണെങ്കിൽ പേരാവൂരിൽ സണ്ണി ജോസഫ് തന്നെയാണ് മത്സരിക്കുന്നത്. അവിടെ നല്ലൊരു മത്സരം ഉണ്ടാകും. സണ്ണി ജോസഫിനാണ് ജയിക്കാൻ സാധ്യത എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ തലശ്ശേരിയിൽ കാരായി രാജനെതിരെ മത്സരിക്കുന്നത്, അതായത് CPM-ന്റെ കാരായി രാജനെതിരെ മത്സരിക്കുന്നത് KP സൈജു ആണ് മത്സരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് പോകാനാണെങ്കിൽ IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ അവിടെ വലിയ വിഷയമുണ്ടായതാണ്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് പിരിവുമായൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ വിഷയമാണ്. IC ബാലകൃഷ്ണൻ എന്തായാലും സ്ഥാനാർത്ഥിത്വം കൊടുത്തു. പാലക്കാട് രമേശ് പിഷാരടി അതാണ് നമ്മുടെ ഷാഫി പറമ്പിലിന്റെ മണ്ഡലമായിരുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറിയ മണ്ഡലം വീണ്ടും ഇതാ രമേശ് പിഷാരടിയിലേക്ക് തന്നെ അതിന്റെ സ്ഥിരീകരണമായിട്ടുണ്ട്. രമേശ് പിഷാരടി വേഴ്സസ് ശോഭ സുരേന്ദ്രൻ, ഇതാണ് പാലക്കാടിലെ ഒരു മത്സരം എന്ന് പറയുന്നുണ്ട്. ഒരു വ്യവസായിയൊക്കെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം, ഈ കോഴിക്കോടത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നമ്മൾ പറയണം. അതായത് T സിദ്ദിഖ് തന്നെയാണ് കൽപ്പറ്റയിൽ വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പം നിലവിൽ MLA ആണ്. പിന്നെ യുവ നേതാവ് അഭിജിത്ത് നാദാപുരത്ത് മത്സരിക്കുന്നുണ്ട്. കൊയിലാണ്ടിയിലെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹം കോൺഗ്രസിന്റെ അവിടെ വളരെ വൈബ്രന്റായ ഒരു നേതാവാണ്. ബാലുശ്ശേരിയിൽ സൂരജ്, അദ്ദേഹം ഈ ബാലുശ്ശേരി ശരിക്കും പറഞ്ഞാൽ നേരത്തെ പിന്നെ LDF-ന് കിട്ടിയിരുന്ന മണ്ഡലമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എലത്തൂര് വിദ്യാ ബാലകൃഷ്ണൻ, എലത്തൂര് ഇത്തവണ വീണ്ടും മത്സരിക്കുകയാണ് മന്ത്രി ശശീന്ദ്രന്റെ വയസ്സ് 80 അതിൽ കൂടുതലോ ആയി. NCP പാർട്ടിയിൽ ശശീന്ദ്രനല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ യുവതയെ നിർത്താൻ, അതായത് യുവാവിനെ നിർത്താൻ, ഒരു യുവാവിനെ കണ്ടെത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ CPM-ന് ആ ടിക്കറ്റ് ചോദിച്ചു വാങ്ങാൻ കഴിയുന്നില്ല. എലത്തൂർ CPM-കാരുടെ വോട്ടിലാണ് ജയിക്കുന്നത്. അവിടെയാണ് ബാലകൃഷ്ണൻ മത്സരിക്കുന്നത്. അവിടെ നല്ലൊരു മത്സരമായിരിക്കും. വിദ്യാ ബാലകൃഷ്ണൻ ജയിക്കട്ടെ, നമുക്ക് അങ്ങനെ തന്നെ പറയാം. പിന്നെ ജയന്ത് ഉണ്ട് കോഴിക്കോട് നോർത്ത്. ജയന്ത് സുധാകരന്റെ വളരെ അടുത്ത ആളാണ്, K സുധാകരന്റെ. നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ഉണ്ട്. വണ്ടൂരിൽ AP അനിൽകുമാർ, പുതിയ KPCCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം, പഴയ മന്ത്രിയാണ് AP അനിൽകുമാർ. VS ജോയി നല്ലൊരു നേതാവാണ്. DCC അല്ലെ, DCCയുടെ പ്രസിഡന്റ് ആണ് അവിടുത്തെ. അത് കഴിഞ്ഞ് പൊന്നാനിയിൽ നൌഷാദ് അലി ഉണ്ട്. പൊന്നാനി CPM-ന് കിട്ടുന്ന മണ്ഡലമാണ്. നൌഷാദ് അലി മത്സരിക്കുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തൃത്താലയിൽ VT ബൽറാമിന്റെ പേരാണല്ലേ ചേട്ടാ പുറത്തേക്ക് വരുന്നത്. VT ബൽറാം ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും അവിടെ നല്ലൊരു മത്സരം തന്നെയായിരിക്കും. അവിടെ മത്സരിക്കുന്ന തൃത്താലയിൽ പഴയതുപോലെ എനിക്ക് തോന്നുന്നു MP രാജേഷ് തന്നെയാണെന്ന് തോന്നുന്നു CPM-ന്റെ. അപ്പോൾ MP രാജേഷിന് നല്ലൊരു വെല്ലുവിളി ബൽറാം കൊടുക്കും. തീർച്ചയാണ്. കഴിഞ്ഞ തവണ അവരുടെ പാർട്ടിയിലെ വിഭാഗീയതയാണ്, പിന്നെ കോൺഗ്രസിലെ വിഭാഗീയതയാണ് ബൽറാം ഒരു കാർട്ടൂണിസ്റ്റ് ആണ്, അതൊക്കെ അറിയാമല്ലോ. ബൽറാം കാർട്ടൂണിസ്റ്റ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത്, വേറെ എടുത്തു പറയാനുള്ള, മലമ്പുഴയിൽ സുരേഷ് മത്സരിക്കുന്നു. സുരേഷ് VS-നൊപ്പം നിന്നു. പാർട്ടി 13 വർഷം. സുരേഷ് VS-ന്റെ ഏറ്റവും അടുത്ത
അനുയായിയായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായി എന്നുള്ളത് കൊണ്ട് ഈ CPM എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയിരുന്നു. അദ്ദേഹം ഇന്നും സങ്കടത്തോടെ പറഞ്ഞു 7 അല്ല 70 തവണ സുരേഷ് ചോദിച്ചാലും പാർട്ടിയിൽ അംഗമാക്കില്ല എന്നാണ് ധാർഷ്ട്യത്തോടെ ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. പിന്നീട് നമുക്ക് എടുത്തു പറയാൻ ഇപ്പോൾ ആതിര പറഞ്ഞ പോലെ രമേശ് പിഷാരടി നല്ലൊരു മത്സരമായിരിക്കും. ചിറ്റൂർ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതന്റെ പേര് വരുന്നുണ്ട്. അച്യുതൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ മകനാണ്. റിസർവ്ഡ് സീറ്റുകളുടെ ഒന്നും നമ്മൾ വായിച്ചിട്ടില്ല അല്ലേ ചേട്ടാ? റിസർവ്ഡ് സീറ്റുകളുണ്ട്. റിസർവ് സീറ്റുകളാണ് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, ബാലുശ്ശേരി, വണ്ടൂർ, അതേപോലെ തരൂർ, ഇത്തരം പിന്നെ കുന്നത്തുനാട്, വൈക്കം, മാവേലിക്കര, ചിറയൻകീഴ്, ഇത്രയും എന്ന് വെച്ചാൽ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റിൽ ഇത്രയുമാണ് റിസർവേഷൻ സീറ്റുകളായിട്ടുള്ളത്. അവിടേക്ക് മത്സരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ തൃശൂർ രാജൻ പി പല്ലനാണ് മത്സരിക്കുന്നത്. ഒല്ലൂർ അഡ്വക്കേറ്റ് ഷാജി കോടൻ കണ്ടത്താണ് മത്സരിക്കുന്നത്. TN പ്രതാപൻ മത്സരിക്കുന്നുണ്ട്. മണലൂരാണ് TN പ്രതാപൻ മത്സരിക്കുന്നത്. ആലത്തൂർ KN ഫെബിനാണ്. ആലത്തൂർ നമ്മുടെ രമ്യ ഹരിദാസ് മത്സരിച്ചിരുന്ന നാടായിരുന്നു. അവിടെ നിന്നൊരു പറച്ചുമാറ്റമാണ്. KN ഫെബിനാണ് മത്സരിക്കുന്നത്. നെന്മാറയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെന്മാറയിൽ T തങ്കപ്പനാണ് മത്സരിക്കുന്നത്. അത്തരത്തിൽ പിന്നീട് ആലുവ വീണ്ടും സിറ്റിംഗ് MLA തന്നെ അൻവർ സാദത്ത് തന്നെയാണ് ആലുവയിൽ. ആരിഫിനെ നേരിടാൻ പോകുന്നത് അൻവർ സാദത്താണ്. പറവൂർ VD സതീശൻ, എറണാകുളം TJ വിനോദ്, അതേപോലെ സിറ്റിംഗ് MLA ആണ്. പിന്നെ തൃക്കാക്കര ഉമാ തോമസ് ആണ്. തൃക്കാക്കര ഉമാ തോമസ് തന്നെ. പിന്നെ കുന്നത്തുനാട് SC സീറ്റാണ്. സജീന്ദ്രൻ ഇത്തവണ ജയിക്കാനുള്ള VP സജീന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. മൂവാറ്റുപുഴ ഡോക്ടർ മാത്യു കുഴൽനാടൻ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ലീഡ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ വൈക്കത്ത് ബിനിമോനാണ് മത്സരിക്കുന്നത്. കോട്ടയത്ത് അവരുടെ തലതൊട്ടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. പുതുപ്പള്ളി ചാണ്ടിയുമ്മൻ, അരൂർ ഷാനിമോൾ ഉസ്മാൻ, അവിടെ ഡെലിമ ജോജോ അല്ലേ നമ്മുടെ CPIന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അവർക്കെതിരെ നിൽക്കുന്നത് ഷാനിമോൾ ഉസ്മാനാണ്. ചേർത്തലയിൽ KR രാജേന്ദ്ര പ്രസാദ്, ഹരിപ്പാട് വീണ്ടും ഒരു തലതൊട്ടപ്പം തന്നെ അവരുടെ തട്ടകത്തിലേക്ക് രമേശ് ചെന്നിത്തലയാണ് മത്സരിക്കുന്നത്. മാവേലിക്കരയിൽ അഡ്വക്കേറ്റ് മുത്താര രാജാണ് മത്സരിക്കുന്നത്. കരുനാഗപ്പള്ളി CR മഹേഷ് സാധാരണക്കാരന്റെ നേതാവാണ്. കോൺഗ്രസിന് ഉറപ്പായ സീറ്റാണ് CR മഹേഷ്. കൊല്ലംകാരുടെ കരുനാഗപ്പള്ളിക്കാരുടെ മഹേഷ് അണ്ണനാണ്. പിന്നെ അടുത്തതാണ് ചേട്ടാ കൊട്ടാരക്കരയിൽ അഡ്വക്കേറ്റ് P ഐഷ പോറ്റി. CPM തഴഞ്ഞ ഐഷ പോറ്റിക്ക് കോൺഗ്രസ് സീറ്റ് കൊടുത്തിരിക്കുന്നു. അഡ്വക്കേറ്റ് P ഐഷ പോറ്റിയാണ് കൊട്ടാരക്കരയിൽ. അതിനുശേഷം പത്തനാപുരത്ത് വീണ്ടും ജ്യോതികുമാർ ചാമക്കാലയാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു നല്ല കടുത്ത പോരാട്ടം തന്നെയായിരിക്കും കാണാൻ പോകുന്നത്. ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. അതെ, നമ്മുടെ പത്തനാപുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയുടെ കോട്ടയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. ഗണേഷ് കുമാറിന്റെ കോട്ട പുളിക്കാൻ ഇത്തവണ ജ്യോതികുമാർ ചാമക്കാലയാണ് പത്തനാപുരത്തെ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥി. കുണ്ടറയിൽ PC വിഷ്ണുനാഥ്. അതെ, PC വിഷ്ണുനാഥാണ് കുണ്ടറയിൽ സ്ഥാനാർത്ഥിയാവുന്നത്. വളരെ വൈബ്രന്റ് ആയ ഒരു യുവ നേതാവാണ് അദ്ദേഹം. ജയിക്കും കുണ്ടറയിൽ, ഇത്തവണയും ജയിക്കും. കുണ്ടറയിലെ ഏറെ വളക്കൂറുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് PC വിഷ്ണുനാഥ്. വിഷ്ണുനാഥിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ അദ്ദേഹമാണ് മത്സരിക്കുന്നത്. കൊല്ലം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് മത്സരിക്കുന്നത്. പിന്നീട് ചാത്തന്നൂർ സൂരജ് രവി, ചിറയൻകീഴ് അത് റിസർവേഷൻ മണ്ഡലങ്ങളാണ്. അവിടെ രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുന്നത്. വട്ടിയൂർക്കാവ് K മുരളീധരൻ. വട്ടിയൂർക്കാവിലും ഒരു കരുത്തുറ്റ പോരാട്ടം തന്നെയായിരിക്കും. K മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ CPIന് VK പ്രശാന്ത് സ്ഥാനാർത്ഥിയാകുന്നു. BJPക്ക് R ശ്രീലേഖ. ഇതാണ് ഒരു കരുത്തുറ്റ പോരാട്ടം നടക്കുന്നത്. നക്ഷത്രവും കൈപ്പത്തിയും തമ്മിലുള്ള കോൺഗ്രസിന്റെ പിന്നീട് വന്നിട്ടുള്ളത് കോവളത്തെ സീറ്റാണ്. M വിൻസെന്റ് ആണ് കോവളത്ത് നിന്ന് മത്സരിക്കുന്നത്. അങ്ങനെ 55 സീറ്റുകളുടെ നിർണയമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അതില് പ്രധാനമായിട്ടും ത്രികോണ പോരാട്ടമുള്ള മണ്ഡലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഏകദേശം എല്ലാം, കാരണം ഇത് പൂർണ്ണമായിട്ടുണ്ട്. ഈ എത്ര സീറ്റുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. 55 പേര് 55 മണ്ഡലങ്ങളിലെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒറ്റ പേരിലായിരിക്കാനാണ് സാധ്യത. ഇതിലിപ്പോ നമുക്ക് പെരുമ്പാവൂർ എൽദോസിന്റെ പേര് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കണ്ണൂരുകാരുടെ സുധാകരേട്ടന്റെ കണ്ണൂരത്തെ വന്നിട്ടില്ല. തൃക്കരിപ്പൂർ വന്നിട്ടില്ല. അങ്ങനെ കണ്ണൂർ ഭാഗത്തുള്ള ചില മണ്ഡലങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇനിയും വരാനുണ്ട്. ഇനിയും
ഏതാണ്ട് എനിക്ക് തോന്നുന്നു അവർ 75 സീറ്റിലോ മറ്റോ ആണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നാണ്. UDF-ന്റെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് ഇനിയും പ്രധാനപ്പെട്ട സീറ്റുകൾ പലതും ഇനിയും വരാനുണ്ട്. കോന്നിയിൽ ആരെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട സീറ്റുകൾ കാരണം 55 സീറ്റുകളുടെ നിർണയം മാത്രമേ ചുരുക്കത്തിൽ പറഞ്ഞാൽ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഇനിയും പേരുകൾ വരാനുണ്ട്. ഇത് പകുതി സസ്പെൻസ് ആണ്. പകുതി സസ്പെൻസ് മണ്ഡലങ്ങൾ കഴിഞ്ഞു. ഇവിടെ തന്നെ ഇവര് തന്നെയാണ് പോരാട്ടം. കാരണം ഇന്ന് കെ മുരളീധരനൊക്കെ പ്രചരണത്തിനായിട്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ സജീവമായിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ എന്നേ തൊട്ട് സജീവമാണ്. അദ്ദേഹം ഉള്ള കാലം തൊട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഒരു സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ ആൾക്കാരും അത്യാവശ്യം. ദീപ്തി മേരി വർഗീസിന്റെ പേര് കാണുന്നില്ല. ദീപ്തി മേരി വർഗീസിന്റെ സ്ഥാനാർത്ഥിത്വം ദീപ്തി മേരി വർഗീസ് മത്സരിക്കുമെന്നാണ് പറഞ്ഞത്. ദീപ്തി മേരി വർഗീസിന്റെ പേര് കാണാനില്ല. എടുത്തു പറയാവുന്ന മറ്റൊന്ന് ജനീഷ് സ്ഥാനാർത്ഥിയാണ്. കൊടുങ്ങല്ലൂർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനീഷ് മത്സരിക്കുന്നുണ്ട്. പിന്നെ അങ്കമാലിയിൽ റോജി എം ജോൺ. സത്യത്തിൽ പിന്നെ വളരെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കുറച്ച് യുവ നേതാക്കളെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ചാണ്ടി ഉമ്മനുണ്ട്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ തന്നെ ജനീഷ് ഉണ്ട്, റോജി ഉണ്ട്, പിന്നെ നമ്മുടെ ഇദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ആരാണ്? മാത്യു കുൾനാടൻ മത്സരിക്കുന്നുണ്ട്. പിണറായി വിജയനെ സഭയിൽ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു MLA ആണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ടീമിനെ തന്നെയാണ് കോൺഗ്രസ് ഇറക്കിയിട്ടുള്ളത്. ആലുവയിൽ അൻവർ സാദത്ത് നല്ലൊരു സാമാജികനാണ്. പിന്നെ പരവൂര് പ്രതിപക്ഷ നേതാവുണ്ട്. TJ വിനോദ് എറണാകുളത്തുണ്ട്. തൃക്കാക്കരയിൽ ഉമാ തോമസ് ഉണ്ട്. VP സജീന്ദ്രൻ കുന്നത്ത് നാടുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. വളരെ നല്ലൊരു മത്സരം അല്ലെ, വളരെ ശക്തിയേറിയ ഒരു മത്സരം. തീർച്ചയായിട്ടും ഇതെല്ലാം ഒറ്റപ്പേരുകാരായിട്ടുള്ള മണ്ഡലമാണ്. നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും നല്ലൊരു അംഗം അല്ലെ, അംഗം കുറിക്കാൻ പിന്നെ ചേകവർ അല്ലെ റെഡിയാകും എന്നൊക്കെ പറയുന്ന പോലെ ചെറുപ്പക്കാരും പരിചയസമ്പന്നരും ഒക്കെ ആയിട്ടുള്ളവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നാളെ മുതൽ ഇവരെ നമ്മളെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയും. നമുക്ക് എന്താ പറയാ, കാത്തിരിക്കാം.